ഇത് രാവിലത്തെ ഒരു ദിവസമാണ്. രാവിലെ ഒരു 7 മണിയാകുമ്പോൾ തന്നെ പതുക്കെ പോയി ജോക്കുട്ടനെ ഒന്ന് പാമ്പറിംഗ് ഒക്കെ ചെയ്ത് എണീപ്പിക്കും. നല്ല മൂഡായിട്ട് എണീറ്റാലേ നല്ലതായിട്ട് സ്കൂളിലൊക്കെ പോവുള്ളൂ. അങ്ങനെ രാവിലെ ഒരു 7 മണിയായപ്പോൾ ജോക്കുട്ടനെ എണീറ്റ് വരുന്നതാണ് ഈ കാണുന്നത്. പിന്നെ എല്ലാം പടപടീന്നായിരിക്കും. അങ്ങനെ കുളിച്ച് അപ്പയാണ് ജോക്കുട്ടനെ കുളിപ്പിച്ച് രാവിലെ ഈ ഒരു സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുടി ഇങ്ങനെ ഡ്രയർ വെച്ചുകൊണ്ടിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കും. അതൊക്കെ കഴിഞ്ഞ് നല്ല കുളിച്ച് കുട്ടപ്പനായി ഫുൾ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് സ്കൂളിൽ പോകാൻ. അപ്പോൾ അപ്പാപ്പയുടെ കൂടെയാണ് പോകുന്നത്. ബസ് സ്റ്റോപ്പ് വരെ പോയാൽ മതി. അത് കഴിയുമ്പോൾ സ്കൂൾ ബസ് വന്ന് അതിൽ കയറ്റി വിടും. അപ്പോൾ ആദ്യത്തെ ആളെ സ്കൂളിലേക്ക് വിടുന്ന സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ കറക്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഒരു 8:10 ആകുമ്പോൾ ബസ് നമ്മുടെ ബസ് സ്റ്റോപ്പിലോട്ട് വരും. അപ്പോൾ അപ്പച്ചനെ എപ്പോഴും സ്ഥിരമായിട്ടാക്കുന്നത് അടുത്ത ആൾ പോകാൻ സമയമായി. ഇതൊരു 8:20 ആകുമ്പോൾ നിച്ച് പോകും. അപ്പോൾ നിച്ച് പോകുന്ന സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ പുതിയ ഫോണിൽ വീഡിയോ ഒക്കെ എടുത്ത് പഠിക്കുന്നതുകൊണ്ട് എൻ്റെ ക്യാമറ ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. അങ്ങനെ അടുത്ത ആളും പോയി. ഇനി പോകാനുള്ളത് ഞാനാണ്. ഞാൻ ഓൾമോസ്റ്റ് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു 9:10 ആവും. സാധാരണ എനിക്ക് ക്യാബ് വരും, ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ക്യാബ് വരും. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ക്യാബ് വന്നിട്ടില്ല. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ ഞാൻ മേക്കപ്പൊക്കെ ചെയ്തു, റെഡിയായി കുളിച്ചു. ഇന്ന് കുളിച്ച് മുടിയൊക്കെ ഉണക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ കഷ്ടകാലം, ആ സമയത്ത് കറണ്ട് പോയി, ഡ്രയർ വർക്കായില്ല. അപ്പോൾ പതുക്കെ പാട്ടൊക്കെ പാടി ഞാൻ വഴിയിലൂടെ നടന്നു പോകണം. ഈ ഒരു നടപ്പ് പതിവില്ലാത്തതാണ്, ഞാൻ പറഞ്ഞില്ലേ, റോഡ് പണി ആയതുകൊണ്ടാണ് ഇത്രയും നടക്കേണ്ടി വരുന്നത്. അങ്ങനെ ക്യാബെത്തി, ക്യാബിൽ കയറി. പിന്നെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോയി. ലിഫ്റ്റിലെത്തി. ഓൾമോസ്റ്റ് ഒരു 10:30, 10:40 ഒക്കെ ആയപ്പോൾ ഞാൻ ഓഫീസിലെത്തി. കോഗ്നസൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഡോറ് തുറന്ന് നമുക്കിനി കയറാം. കയറി കഴിഞ്ഞാൽ പിന്നെ നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല, വർക്കും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഇതാണ് രാവിലത്തെ ഓട്ടപ്പാച്ചിൽ. അപ്പോൾ ചച്ചാ ബൈ.